സ്വകാര്യ ഫേസ്ബുക്ക് പേജിലായിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്തിന്റെ ക്ഷമാപണം. കോഴിക്കോട് MP MK രാഘവനുമായുണ്ടായിരുന്ന നല്ല ബന്ധം വഷളായതിൽ വിഷമമുണ്ട്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും വളർത്താനും ഇടയിൽ പലരുമുണ്ട്. തന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാറ്റിനും നിരുപാധികം ക്ഷമ ചോദിക്കുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു. ചില കാര്യങ്ങളിൽ വൈകാരികമായി ഇടപെടാറുണ്ട്. ആരെയും അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. വിവാദങ്ങൾക്ക് താൻ തന്നെയാണ് ഉത്തരവാദി. പ്രായത്തിലും പദവിയിലും ഏറെ ഉന്നതിയിലുള്ള MP-യോട് ഈഗോ കാണിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും കളക്ടർ വിശദീകരിക്കുന്നു. ഔദ്യോഗിക കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ടു പോകും. കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകുമെന്നാണ് വിശ്വാസമെന്ന പരാമർശത്തോടെയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കളക്ടറുമായി വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നായിരുന്നു MK രാഘവന്റെ പ്രതികരണം. വ്യക്തിപരമായി കളക്ടർ പ്രശാന്തിനോട് എനിക്കൊരു വിദ്വേഷവുമില്ല. ഒരു ജനപ്രതി എന്നിറക്കും കോഴിക്കോട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്നിറക്കുമാണ് ഞാൻ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി കത്ത് കൊടുത്തത്. ഏതായാലും തെറ്റ് തിരുത്താൻ കാണിച്ച ശ്രീ കളക്ടർ പ്രശാന്തിന്റെ ഈ ഒരു നടപടിക്ക് കോഴിക്കോട് ജനങ്ങളത് മാനിക്കും എന്ന് ഞാൻ കരുതുകയാണ്. MP ഫണ്ടിൽ നിന്നുള്ള വികസന പദ്ധതികളിൽ ജില്ലാ ഭരണകൂടം കാലതാമസം വരുത്തുന്നുവെന്ന MK രാഘവന്റെ വിമർശത്തോടെയാണ് ഇരുവരും തമ്മിലുള്ള പോരിന് തുടക്കമായത്. കളക്ടർ മാപ്പ് പറയണമെന്ന MK രാഘവന്റെ ആവശ്യത്തോട് ഫേസ്ബുക്ക് പേജിൽ കുന്നംകുളത്തിന്റെ മാപ്പ് പോസ്റ്റ് ചെയ്തായിരുന്നു കളക്ടറുടെ മറുപടി. കളക്ടറുടെ നടപടിയെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. കളക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് MP മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ ക്ഷമാപണം. മീഡിയ 1 കോഴിക്കോട്.